അനൂപും ശ്വേതയും പുതുതായി വാങ്ങിയ ഹിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിനുള്ളിലെ ആ പഴയ കൊട്ടാരത്തിന്റെ വാരാന്ത്യത്തിലേക്ക് നീങ്ങി. 1920കളിൽ ഒരു ഇംഗ്ലീഷ് കുടുംബം കെട്ടിയ ആ കൊട്ടാരത്തിനുള്ളിൽ വളരെ കാലങ്ങളായി ആൾതാമസമുണ്ടായിരുന്നില്ല. ഈ വീടിന്റെ അകത്ത് നിഴലുകൾ കറങ്ങി നടക്കുമെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ശ്വേത പറഞ്ഞു. ഇത് കേട്ട് അനൂപ് അത് ചിരിച്ചു തന്നു. ആ വീട് വളരെ വലുതും ശാന്തത നിറഞ്ഞതുമായി. മുകളിലത്തെ നിലയിൽ മാത്രം ഒരു മുറി അടച്ചിട്ട് സൂക്ഷിച്ചിരുന്നു. ആ റൂമിന് മുകളിൽ പച്ച നിറത്തിലുള്ള ബോർഡിൽ ഒന്നു മാത്രം എഴുതിയിട്ടുണ്ട്: റൂം ഇ. ഈ വീടിന്റെ പണ്ടത്തെ ഉടമകൾ പോലും ആ മുറി തുറന്നിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. രണ്ടാം ദിവസം രാത്രി ശ്വേത ഉറക്കത്തിനിടയിൽ ഒരു ശബ്ദം കേട്ടു. ഞങ്ങളുടെ അടുത്തേക്ക് ആരും വരാത്തത് കൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത് എന്നായിരുന്നു ശ്വേത കേട്ട ആ ശബ്ദം. അവൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ചുറ്റും നോക്കി. അടുത്ത് ആരുമുണ്ടായിരുന്നില്ല. റൂമിലിന്റെ വാതിലിന്റെ ഗ്യാപ്പിനുള്ളിലൂടെ ഒരു നേർത്ത വെട്ടം അങ്ങോട്ടേക്ക് അടിച്ചു കയറി. കൂടെ ഒരു കുട്ടിയുടെ പൊട്ടിച്ചിരി. എന്ത് ചെയ്യണമെന്നറിയാതെ ശ്വേത കുറച്ചു നേരം അനങ്ങാതെ അവിടെ നിന്നു. നേരം വെളുത്ത ശേഷം അനൂപിനോട് അവൾ പറഞ്ഞു. അന്നേരം അനൂപും അവളോട് പറഞ്ഞത് അതേ അനുഭവം അവനും ഉണ്ടായി എന്ന. പിറ്റേ ദിവസം വീട്ടിൽ അനൂപ് ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് നേർത്ത ഒരു മൂളൽ മുകളിലത്തെ മുറിയിൽ നിന്നും വരുന്നത് അവൻ ശ്രദ്ധിച്ചത്. രണ്ടും കൽപ്പിച്ച് ആ മുകളിലത്തെ മുറി തുറക്കാമെന്നവൻ കരുതി. അവൻ പതിയെ സ്റ്റെയർ കേസ് കയറി നടന്നു. തുടച്ചിട്ടിരുന്ന നിലം മുഴുവൻ ചോരക്കര കണ്ട് അനൂപ് ഒന്ന് ഞെട്ടി. ശേഷം ധൈര്യസമേതം ആ റൂം തുറന്നു. അങ്ങനെ അനൂപ് റൂം ഇ തുറന്നു. വാതിൽ തുറന്ന ശേഷം അതിനകത്ത് ഒന്നും തന്നെ അനൂപിന് കാണാൻ സാധിച്ചില്ല. പെട്ടെന്നാണ് തറയിൽ ഒരു ഫോട്ടോ കിടക്കുന്നത് പോലെ അനൂപിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ ആ ഫോട്ടോ എടുത്തു. അരണ്ട വെളിച്ചത്തിൽ നിന്നും പതുക്കെ അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി. സ്വർണത്തലമുടിയുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് ഭയത്തോടെ നോക്കുന്ന മറ്റൊരു പെൺകുട്ടി. ആ ഒരു ഫോട്ടോ ആണ് അനൂപ് കണ്ടത്. ആ ഫോട്ടോയ്ക്ക് പിറകിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായി: ആരും അവൾക്ക് കൂട്ടിനായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ളവരെയെല്ലാം അവൾ തന്നെ തിരഞ്ഞെടുത്തു എന്നായിരുന്നു ആ ഫോട്ടോയ്ക്ക് പിന്നിൽ എഴുതിയിരുന്നത്. മനസ്സിൽ ഭയം തോന്നി തുടങ്ങിയ അനൂപ് അവിടെ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു കടക്കാനായി തിരിഞ്ഞു. പെട്ടെന്നാണ് അവന്റെ മുന്നിൽ അവനൊരു പെൺകുട്ടിയെ കണ്ടത്. ഇരുണ്ട വെളിച്ചത്തിൽ ആ കുട്ടിയുടെ മുഖം വ്യക്തമാകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ കൈ ആരോ മുറിച്ചു മാറ്റിയിരുന്നു. പിന്നെ പതുക്കെ ആ മുഖം വെളിച്ചത്തേക്ക് വന്നു. ആ മുഖം കണ്ടതും അനൂപ് ഞെട്ടിത്തെറിച്ചു. അവളുടെ മുഖം അവന്റെ ഭാര്യയുടെ മുഖമായിരുന്നു. പക്ഷെ അവളുടെ ചുണ്ടിൽ നിന്നും ചോരത്തുള്ളികൾ ഇറ്റി വീഴുന്നുണ്ടായി. അതിനുശേഷം മെല്ലെ അവൾ അവനോടായി പറഞ്ഞു: എനിക്ക് ഇവിടെ ഒരു കൂട്ട് വേണം. നീയോ ഞാനും ഒരാൾക്ക് ഇവിടെ നിന്നും പോകാം. പിറ്റേന്ന് രാവിലെ വാച്ച്മാൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉമ്മറത്തെ ചുമരിൽ ഒരു ഫോട്ടോ തൂക്കിയിരുന്നു. രണ്ടുപേർ മാത്രം ഉണ്ടായിരുന്ന ആ ഫോട്ടോയിൽ ഇന്നിപ്പോൾ 3 പേരുണ്ട്. മൂന്നാമത്തെയാൾ അനൂപ്. ഈ ഒരു കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യൂ. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്കുണ്ടാക്കുന്ന ഊർജം വളരെ വലുതാണ്. അതുകൊണ്ട് ഇനിയൊരു നല്ലൊരു കഥയുമായി പിന്നീട് ഒരു ദിവസം വരാം. ഇപ്പോൾ ഞാൻ പോകുന്നു. ബൈ.